ഛത്തീസ്ഗഡിലെ ദുർഗ് എന്ന് പറയുന്ന സ്ഥലത്തെ ഖമാരിയ എന്ന് പറയുന്ന ഒരു വില്ലേജിലായിരുന്നു ഈ ഒരു കഥ നടന്നത്. അന്ന് കൃത്യമായി പറഞ്ഞാൽ ജൂൺ 22, 2025. എന്നത്തെയും പോലെ രണ്ട് സ്ത്രീകൾ അവരുടെ വീട്ടിൽ നിന്ന് വെള്ളം എടുക്കാനായിട്ട് ഇറങ്ങിയതായിരുന്നു. ആ ഒരു വില്ലേജിൻ്റെ കാര്യം പറയാന്നുണ്ടെങ്കിൽ വില്ലേജിൻ്റെ അവിടെ നിന്ന് കുറച്ചങ്ങ് നീങ്ങിയിട്ട് ഒരു കിണറുണ്ട്. ആ കിണറ്റിൽ നിന്നാണ് അവിടെയുള്ള ആളുകളെല്ലാവരും തന്നെ വെള്ളം എടുക്കാറുള്ളത്. അപ്പോൾ പതിവ് പോലെ തന്നെ അതിരാവിലെ നേരം വെളുക്കുന്നതിന് മുൻപ് രണ്ട് സ്ത്രീകൾ കുടങ്ങളൊക്കെ ആയിട്ട് അവരുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് വെള്ളം കോരാനായിട്ട് പോവുകയായിരുന്നു. അങ്ങനെ അവർ രണ്ടുപേരും കിണറ്റിൻകരയിലെത്തി വെള്ളമൊക്കെ കോരി അവരുടെ കുടങ്ങളിലൊക്കെ നിറച്ചു. അതിനുശേഷം ഒരു സ്ത്രീ കുറച്ച് വെള്ളം എടുത്ത് ഇങ്ങനെ മുഖം കഴുകാനായിട്ട് തുടങ്ങുമ്പോഴാണ് എന്തോ ഒരു സ്മെല്ല് വെള്ളത്തിൽ നിന്ന്, അതായത് എന്തോ ചീഞ്ഞ സ്മെല്ല് വരുന്നുണ്ട്. അപ്പോൾ കൂടെ ഉണ്ടായിരുന്ന സ്ത്രീയും കൂടെ വിളിച്ചിങ്ങേറ്റ് ചോദിക്കുകയാണ്, നിനക്ക് സ്മെല്ല് കേൾക്കുന്നുണ്ടോ എന്നുള്ളത്. അപ്പോൾ അവരും മണത്ത് നോക്കി, അവരും പറഞ്ഞു ആ സ്മെല്ല് ഉണ്ടെന്നുള്ളത്. അവർ രണ്ടുപേരും ചിന്തിച്ചത് ഒരു കാര്യം തന്നെയായിരുന്നു, ആ കിണറ്റിൽ എന്തെങ്കിലുമൊക്കെ വീണിട്ടുണ്ടാകാം, അതിൻ്റെ ആയിരിക്കും ആ ഒരു സ്മെല്ല്, എന്തെങ്കിലും വീണ് ചീഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ എന്താണെന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് അവർ ആ ഒരു കിണറ്റിലോട്ട് എത്തി നോക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സൂര്യൻ അങ്ങനെ ഉദിച്ചു വന്നിട്ടുണ്ടായിരുന്നില്ല, ചെറിയ രീതിയിൽ എന്താ പറയുക ലൈറ്റ് ഉണ്ടായിരുന്നുള്ളൂ. അവരങ്ങനെ നോക്കുമ്പോൾ എന്തോ വെള്ളത്തിൻ്റെ ഉള്ളിൽ ഇങ്ങനെ പൊങ്ങിക്കിടക്കുന്നത് കാണുക. ഒന്ന് സൂക്ഷിച്ചു നോക്കിയപ്പോൾ എന്ത് ചാക്ക് പോലത്തെ ഒന്നാണെന്നുള്ളത് അവർക്ക് മനസ്സിലാക്കാനും സാധിച്ചു. ഈ രണ്ടുപേരിൽ ഒരു സ്ത്രീ വീണ്ടും ഇങ്ങനെ നോക്കുകയാണ്. അപ്പോൾ ആ ഒരു ചാക്കിൻ്റെ അകത്ത് നിന്ന് എന്തോ ഒരു സംഭവം പുറത്തോട്ടായിട്ട് നിൽക്കുന്നത് അവരുടെ ശ്രദ്ധയിൽപ്പെടുകയാണ്. അവർ ഒന്നും കൂടെ അത് സൂക്ഷിച്ചു നോക്കുകയായിരുന്നു. അവർ നോക്കിയപ്പോൾ അത് ഒരു മനുഷ്യൻ്റെ കൈയായിരുന്നു. ഈ ഒരു കാഴ്ച കണ്ടിട്ട് ഒരു അലർച്ചയോട് കൂടിയിട്ട് അവർ തല ചുറ്റി നിലത്ത് വീഴുകയായിരുന്നു. ഇത് തൊട്ടടുത്തുള്ള സ്ത്രീ കാണുകയാണ്. അപ്പോൾ അവർ എന്താണാവോ കിണറ്റിൽ നിന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് ഓടിച്ചെന്ന് കിണറ്റിലോട്ട് നോക്കുകയാണ്. അവർ നോക്കിയപ്പോൾ ഇതേപോലെ തന്നെ ചാക്ക് കണ്ടു, അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു കയ്യും കണ്ടു. അവർ അവിടെ വെച്ച് ഒച്ച വെക്കാനായിട്ട് തുടങ്ങി. അവരുടെ അലർച്ച സൗണ്ട് കേട്ടിങ്ങായിട്ട് ഗ്രാമത്തിലുള്ള എല്ലാവരും തന്നെ ആ ഒരു കിണറ്റിൻകരയിലോട്ട് ഓടി വരികയായിരുന്നു. എല്ലാവരും കൂടെ വന്ന് നോക്കിയപ്പോൾ അവരെല്ലാവരും ഈ ഭീകരമായിട്ടുള്ളൊരു കാഴ്ച കാണുകയാണ്. ഉടനെ തന്നെ അവർ പോലീസുകാരെ വിവരമറിയിക്കുകയും ചെയ്തു. ഉടനെ തന്നെ അമലേശ്വർ പോലീസ് സ്റ്റേഷനിലെ അധികാരികൾ സ്ഥലത്തോട്ടെത്തുകയും ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു. അപ്പോൾ ആ ഒരു ഇൻസിഡൻറ്റിനെ കുറിച്ച് തന്നെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. റസീൻ ദിസ് സൈഡ്. പോലീസുകാർ സംഭവ സ്ഥലത്തെത്തി നോക്കുമ്പോൾ ആ കിണറ്റിൻ്റെ അവിടെയൊക്കെ നിറച്ച ആളുകളായിരുന്നു. അപ്പോൾ ആളുകളൊക്കെ മാറ്റി അവർ ആ ഒരു കിണറിൻ്റെ അകത്തോട്ട് നോക്കിയപ്പോൾ പറഞ്ഞ പോലെ തന്നെ അതിലൊരു ചാക്കും കിടക്കുന്നുണ്ട്. അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു മനുഷ്യൻ്റെ കയ്യും പുറത്തോട്ട് വന്നിട്ടുണ്ട്. ഉടനെ തന്നെ ആ ഒരു ചാക്ക് റിക്കവർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഫയർഫോഴ്സിനെ അവർ വിവരമറിയിക്കുകയാണ്. ആ ഒരു ഏരിയ മുഴുവൻ സെക്യൂർ ചെയ്യുകയും ചെയ്തു. ആ ഏരിയ കംപ്ലീറ്റ് അവരുടെ അണ്ടർ കൺട്രോളിലാക്കുകയും ചെയ്തു. വിവരമറിഞ്ഞ ഉടനെ തന്നെ ഫയർഫോഴ്സുകാർ അങ്ങോട്ട് എത്തുകയാണ്. അവർ കിണറ്റിലിറങ്ങി ആ ഒരു ചാക്ക് എടുക്കുകയും ചെയ്തു. ചാക്ക് തുറന്നപ്പോൾ ഒരു തല പുറത്തോട്ട് വരികയാണ്. അതൊരു ചെറിയ പയ്യൻ്റെ തലയായിരുന്നു. യെസ്, ഏകദേശം ഒരു 10 വയസ്സിൽ താഴെയുള്ള ഒരു കുട്ടിയെ ആരോ ഭീകരമായിട്ട് കൊലപ്പെടുത്തിയിട്ട് ആ ഒരു ചാക്കിൽ കെട്ടിയിട്ട് ആ കിണറ്റിലിട്ടതായിരുന്നു. ഈ ബോഡി പൊന്തി വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് കല്ലുകളും മറ്റൊക്കെ ആ ചാക്കിലിട്ടിട്ടായിരുന്നു ആ ബോഡി ആ കിണറ്റിൽ ഡംപ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു കാഴ്ച കണ്ട് ഗ്രാമവാസികളും അതുപോലെ തന്നെ പോലീസുകാരും ഷോക്കാവുകയാണ്. ഉടനെ തന്നെ ഫോറൻസിക് ടീമിനെ വിവരമറിയിക്കുകയും ചെയ്തു. എന്നാൽ ഫോറൻസിക് ടീം എത്തുന്നതിന് മുൻപ് പോലീസിന് മറ്റൊരു ന്യൂസ് കൂടെ ലഭിക്കുകയാണ്. അതായത് ഈ കിണറിൻ്റെ അവിടെ നിന്ന് ഏകദേശം ഒരു 500 അടി മാറിയിട്ട് വേറൊരു കിണറുണ്ട്. അത് തൊട്ടടുത്തുള്ള സ്ഥലങ്ങളിലുള്ള ആളുകൾ യൂസ് ചെയ്യുന്ന ഒരു കിണറാണ്. അപ്പോൾ ആ ഏരിയയിലുള്ള ആളുകൾ ഓടിക്കതച്ച് ഇങ്ങോട്ട് വരികയായിരുന്നു. അവർ പോലീസിൻ്റെ അടുത്ത് പറഞ്ഞു, ഞങ്ങളുടെ കിണറ്റിൽ നിന്നും ഇത്തരത്തിലുള്ളൊരു സ്മെല്ല് വരുന്നുണ്ട്, എന്നാൽ പെട്ടെന്ന് നോക്കുമ്പോൾ ഒന്നും കാണുന്നില്ല, പക്ഷെ വെള്ളത്തിനൊക്കെ നല്ല സ്മെല്ലുണ്ട്, നിങ്ങൾ എന്തായാലും അങ്ങോട്ടൊന്ന് വന്ന് നോക്കണം എന്നുള്ളത് ഗ്രാമവാസികൾ റിക്വസ്റ്റ് ചെയ്യാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ടീം പോലീസുകാർ ആ ഒരു കിണർ നോക്കാനായിട്ട് പോവുകയും ചെയ്തു. അവരെവിടത്തി നോക്കുമ്പോൾ പെട്ടെന്നോണ്ട് കാണുമ്പോൾ സ്വാഭാവികമായിട്ടൊന്നുമില്ല, എന്നാൽ അവിടെ നിന്ന് നല്ല സ്മെല്ല് വരുന്നുണ്ട്. അവർ വെള്ളമൊക്കെ കോരി സ്മെല്ല് ചെയ്ത് നോക്കിയപ്പോൾ സ്മെല്ലുണ്ട്. ഉടനെ തന്നെ ഫയർഫോഴ്സുകാരോട് ആ ഒരു കിണർ കൂടെ പരിശോധിക്കാനായിട്ട് ആവശ്യപ്പെടുകയായിരുന്നു. ഫയർഫോഴ്സിൻ്റെ ഉദ്യോഗസ്ഥർ വന്നു. ആ ഒരു കിണറ്റിലിറങ്ങി മുങ്ങിത്തപ്പി നോക്കിയപ്പോൾ അവിടെ ഒരു ചാക്ക് കിടക്കുന്നതായിട്ട് അവർക്ക് മനസ്സിലാവുകയായിരുന്നു. അതിനുശേഷം ആ ഒരു ചാക്ക് റിക്കവർ ചെയ്തു. ആ ഒരു ചാക്കിലുണ്ടായിരുന്നത് ഒരു സ്ത്രീയുടെ മൃതദേഹമായിരുന്നു. ഏകദേശം ഒരു 40 വയസ്സോളം പ്രായമുള്ള ഒരു സ്ത്രീയുടെ മൃതദേഹമായിരുന്നു അത്. ഇതും മറ്റേ മൃതദേഹം പോലെ തന്നെ ആ ഒരു ചാക്കിൻ്റെ ഉള്ളിൽ കല്ലിട്ടിട്ട് പൊങ്ങി വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് അത്രത്തോളം കല്ലൊക്കെ ഇട്ട് കെട്ടിയിട്ടായിരുന്നു ഈ മൃതദേഹവും ഡംപ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു ഗ്രാമത്തിലെ അടുത്തടുത്ത കിണറുകളിൽ നിന്ന് ഒരു സ്ത്രീയുടെയും ഒരു പയ്യൻ്റെയും മൃതദേഹം ലഭിച്ച വാർത്ത കാട്ടുതീ പോലെ പടരുകയായിരുന്നു. ജസ്റ്റ് ആ ഒരു ഗ്രാമം മാത്രമല്ല, ആ ഒരു വാർത്ത കേട്ട് ഞെട്ടിയത് ആ ഒരു നാട് തന്നെ ഞെട്ടിത്തരിച്ചു പോവുകയായിരുന്നു.
അങ്ങനെ പോലീസുകാർ ആ 2 ബോഡിയും റിക്കവർ ചെയ്തിട്ട് ഓട്ടോപ്സിക്കായിട്ട് ഹോസ്പിറ്റലിലോട്ട് അയക്കുകയാണ്. അതേപോലെ തന്നെ കംപ്ലീറ്റ് ആ ഒരു ഏരിയ ഒരു സെക്യൂർ ചെയ്യാണ്. എന്നിട്ട് ഫോറൻസിക് ടീം അവിടെ വന്നു, തെളിവെടുപ്പുകളും കാര്യങ്ങളൊക്കെ നടത്തി. എന്നാൽ അവർക്ക് ഒന്നും തന്നെ അവിടെ നിന്ന് കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. അപ്പോൾ അതിനുശേഷം പോലീസുകാർ ചെയ്തെന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തൊട്ടടുത്തുള്ള സ്റ്റേഷനുകളിലൊക്കെ അലേർട്ട് ചെയ്യുമായിരുന്നു. ഇത്തരത്തിൽ ഒരു സ്ത്രീയുടെയും അതേപോലെ തന്നെ ഒരു പയ്യൻ്റെയും മിസ്സിംഗ് കേസ് എന്തെങ്കിലും വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ ബാക്കിയുള്ള സ്റ്റേഷനുകളിലൊക്കെ അന്വേഷിച്ചു. എന്നാൽ തൊട്ടടുത്തുള്ള സ്റ്റേഷനുകളിലൊന്നും അത്തരത്തിലുള്ള മിസ്സിംഗ് കംപ്ലൈൻറ്റ് ഒന്നും തന്നെ ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അടുത്തതായിട്ട് പോലീസുകാർ അവരുടെ സെർച്ച് കുറച്ചുകൂടെ വൈഡൻ ചെയ്യുകയാണ്. അതായത് ജസ്റ്റ് തൊട്ടടുത്തുള്ള സ്റ്റേഷനുകളിലല്ലാതെ ആ ഒരു ഏരിയ കംപ്ലീറ്റ് ഉള്ള പോലീസ് സ്റ്റേഷനുകളിലോട്ട് അലേർട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം കുറച്ച് മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ ഈ പോലീസ് ടീമിന് ഒരു ഇൻഫോർമേഷൻ ലഭിക്കുകയാണ്. റായ്പൂർ പോലീസ് സ്റ്റേഷനിൽ നിന്നായിരുന്നു അത്തരത്തിലുള്ള ഒരു ഇൻഫോർമേഷൻ ലഭിച്ചത്. അതായത് അവിടെ ഒരു മിസ്സിംഗ് കംപ്ലൈൻറ്റ് ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഏകദേശം 40 വയസ്സുള്ള ഒരു സ്ത്രീയെയും അവരുടെ 8 വയസ്സുള്ള മകനെയും കാണാനില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കംപ്ലൈൻ്റ് ആയിരുന്നു അത്. ആ ഒരു വിവരം കിട്ടിയ പോലീസുകാർ ഉടനെ തന്നെ റായ്പൂരോട്ട് പുറപ്പെടുകയായിരുന്നു. ഇവിടെ നിന്നുള്ള പോലീസ് ടീം അവിടെ എത്തി നോക്കിയപ്പോൾ സുനിത ചതുർവേദി എന്ന് പറയുന്ന ഒരു 40-കാരിയും അവരുടെ മകനുമായിരുന്നു മിസ്സിംഗ് ആയിട്ടുണ്ടായിരുന്നത്. ഇവരുടെ വിവാഹം കഴിഞ്ഞു, അതിനുശേഷം ഇവർ വിധവയായിട്ടായിരുന്നു ജീവിക്കുന്നുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ പോലീസുകാരെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്തു. അതേപോലെ തന്നെ എത്ര ദിവസമായി മിസ്സിംഗ് ആയിട്ടുള്ളതെന്നുള്ള വിവരങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുകയാണ്. അപ്പോൾ ഒരു 4-5 ദിവസങ്ങൾക്ക് മുൻപാണ് ഇത്തരത്തിൽ മിസ്സിംഗ് ആയതെന്നുള്ള റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ പോലീസിന് ലഭിക്കുകയായിരുന്നു. അടുത്തതായിട്ട് പോലീസുകാർ സുനിത ചതുർവേദിയുടെ ഫോട്ടോയും എടുത്തും കയറ്റി ആ ഗ്രാമത്തിലോട്ട് പോവുകയായിരുന്നു, ബോഡിയും കാര്യങ്ങളൊക്കെ റിക്കവർ ചെയ്ത വില്ലേജിലോട്ട്. എന്നിട്ട് അവിടെയുള്ള ആളുകളെ ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് തുടങ്ങി. ആ സ്ത്രീയെ അറിയുമെന്ന് ചോദിച്ചുകൊണ്ട് ഒരുപാട് ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ ചില സ്ത്രീകൾ ആ സ്ത്രീയെ കണ്ടിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം പറയുകയാണ്. എവിടെ വെച്ചാണ് കണ്ടതെന്ന് ചോദിച്ചപ്പോൾ ആ ഒരു വില്ലേജിൽ വെച്ചിട്ട് തന്നെയായിരുന്നു ആ സ്ത്രീയെ കണ്ടിട്ടുണ്ടായിരുന്നത്. എന്നാൽ അവരെല്ലാവരും പറഞ്ഞത് വേറൊരു കാര്യം കൂടിയായിരുന്നു. ഈ സ്ത്രീയെ കണ്ടപ്പോഴൊക്കെ ഛത്രപാൽ സിംഗ് എന്ന് പറയുന്ന ആ ഗ്രാമത്തിലെ വേറൊരു പയ്യനെയും കൂടെ അവരുടെ കൂടെ കണ്ടിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഛത്രപാൽ സിംഗ് എവിടെ എന്നുള്ളത് പോലീസുകാരെ എൻക്വയറി ചെയ്യാണ്. ആളുടെ വീടും കാര്യങ്ങളൊക്കെ പോലീസിന് മനസ്സിലായി. അയാളെ കസ്റ്റഡിയിൽ എടുക്കുന്നതിന് വേണ്ടിയിട്ട് നേരെ പോലീസുകാർ അങ്ങോട്ട് എത്തുകയും ചെയ്തു. എന്നാൽ ആ സമയത്ത് ആള് അവിടെ വീട്ടിലുണ്ടായിരുന്നില്ല. ആൾ എങ്ങോട്ടാണ് പോയതെന്ന് ചോദിച്ചപ്പോൾ ഒരു ജോലി ആവശ്യത്തിന് വേണ്ടി പുറത്തോട്ട് പോയിരിക്കുകയാണെന്നുള്ളതായിരുന്നു ആളുടെ ഫാമിലി മെമ്പേഴ്സ് കൊടുത്ത മറുപടി. അപ്പോൾ പോലീസുകാരൊക്കെ ശരി, ആൾ വരുമ്പോൾ ഞങ്ങളുടെ അടുത്ത് റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോവുകയായിരുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ അവർ പോയില്ല. ഒരു 3-4 പോലീസുകാർ മഫ്തിയിൽ ആ ഒരു വീടിൻ്റെ ചുറ്റും നിൽക്കുകയായിരുന്നു. പിന്നെ കുറച്ച് പോലീസുകാർ അവിടുത്തെ ബസ് സ്റ്റാൻഡിലും ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ മഫ്തിയിൽ നിന്നു ഇയാളെ പിടിക്കുന്നതിന് വേണ്ടിയിട്ട്. ഇയാൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടനെ പിടികൂടണം എന്നുള്ളൊരു ലക്ഷ്യത്തോട് കൂടിയിട്ട് തന്നെയായിരുന്നു അവരവിടെയൊക്കെ തമ്പടിച്ചിട്ടുണ്ടായിരുന്നത്. എന്തായാലും പോലീസുകാർ സംശയിച്ചത് തന്നെ സംഭവിക്കുകയായിരുന്നു. ഏകദേശം 8 മണിയായപ്പോൾ ബസ് സ്റ്റാൻഡിലോട്ട് ആ ഒരു പയ്യൻ എത്തുകയാണ്. 3-4 പോലീസുകാർ വളഞ്ഞ് ആളെ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തു. ആളെ കസ്റ്റഡിയിലെടുത്ത് ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ ഈ ഒരു സുനിത ചതുർവേദിനെ തനിക്കറിയാം, അല്ലാതെ അവരുമായിട്ട് വേറെ കൂടുതൽ കോണ്ടാക്റ്റും കാര്യങ്ങളൊന്നുമില്ല, കുറേ നാളുകളായിട്ട് അവരായിട്ട് വലിയ ബന്ധത്തിലല്ല എന്നുള്ള കാര്യങ്ങളായിരുന്നു ഇയാൾ പോലീസിൻ്റെ അടുത്ത് പറഞ്ഞത്. എന്നാൽ പോലീസുകാർ ആളുടെ ഫോണും കാര്യങ്ങളൊക്കെ പരിശോധിച്ചപ്പോൾ ഇയാൾ സുനിതയുമായിട്ട് സ്ഥിരമായിട്ട് കോണ്ടാക്റ്റിൽ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാവുകയാണ്. അതേപോലെ തന്നെ ഇയാളുടെ ഫോണിൽ നിന്ന് ലാസ്റ്റ് സുനിതയ്ക്ക് കോള് പോയിരിക്കുന്നത് 18-ാം തീയതിയാണ്. അതായത് ഈ ഒരു ബോഡി കണ്ടെത്തിയല്ലോ അതിനും ഏകദേശം ഒരു 4 ദിവസങ്ങൾക്ക് മുൻപ്. പോലീസുകാർ നോക്കുമ്പോൾ ഈ ഒരു 18-ാം തീയതിക്ക് മുൻപ് വരെയുള്ള ദിവസങ്ങളിൽ റെഗുലറായിട്ട് ഇവർ തമ്മിൽ കോണ്ടാക്റ്റിൽ ഉണ്ടായിരുന്നു. എന്നാൽ 18-ാം തീയതിക്ക് ശേഷം ഒരൊറ്റ തവണ പോലും ഇയാൾ ആ ഒരു സ്ത്രീയെ വിളിച്ചിട്ടില്ല. ഇത് പോലീസിൻ്റെ ഉള്ളിൽ സംശയം ഉണ്ടാക്കുകയാണ്. ഇയാൾ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ടെന്നുള്ളത് പോലീസിന് ഉറപ്പാവുകയാണ്. അങ്ങനെ ഇയാൾ നല്ല രീതിയിൽ ക്വസ്റ്റ്യൻ ചെയ്യാണ്. ആദ്യമൊക്കെ ആൾ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റിൽ ഉറച്ചു നിന്നെങ്കിലും പിന്നീട് പോലീസിന്റെ ചോദ്യം ചെയ്യലിന് മുന്നിൽ ആൾക്ക് പിടിച്ചു നിൽക്കാനായിട്ട് സാധിച്ചില്ല. അവസാനം ഇയാൾ സമ്മതിക്കുകയായിരുന്നു. ആ ഒരു സ്ത്രീയെയും അവരുടെ മകനെയും തങ്ങളാണ് കൊലപ്പെടുത്തിയതെന്ന് അയാൾ പോലീസിന്റെ അടുത്ത് പറയുകയായിരുന്നു. താനും തൻ്റെ കസിനായിട്ടുള്ള ശുഭവും കൂടെ ചേർന്നിട്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തതെന്ന് ആള് പോലീസിന്റെ അടുത്ത് പറഞ്ഞു. അടുത്തതായിട്ട് ഛത്രപാൽ സിംഗിനോട് പോലീസുകാർ ചോദിച്ചത്, നീയും ഈ ഒരു സുനിതയും തമ്മിൽ എന്താണ് ബന്ധം, നിങ്ങൾ തമ്മിൽ എങ്ങനെയാണ് പരിചയപ്പെട്ടത്, അതേപോലെ തന്നെ എന്താണ് ഈ ഒരു കൊലപാതകം ചെയ്യാനുള്ള കാരണം, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ അയാൾ സ്റ്റോറി പറയാനായിട്ട് തുടങ്ങി. ഈ ഒരു സുനിതയും ഛത്രപാൽ സിംഗും പരിചയപ്പെടുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻസ്റ്റഗ്രാം ത്രൂ ആണ്. യെസ്, ഇൻസ്റ്റഗ്രാമിലൂടെയായിരുന്നു അവർ ഇൻട്രൊഡ്യൂസ് ആയത്. അതിനുശേഷം അവർ ചാറ്റ് ചെയ്യായിരുന്നു. പിന്നീട് അവർ സൗഹൃദത്തിലായി. അതിനുശേഷം അവർ ഒരു പ്രണയബന്ധത്തിലോട്ട് എത്തുകയായിരുന്നു. യെസ്, അവർക്കിടയിൽ ഒരു അഫെയർ സ്റ്റാർട്ട് ചെയ്തു. ഈ ഒരു സുനിത കാണുന്നുണ്ടെങ്കിൽ 40 വയസ്സ് പ്രായമുണ്ട്. അതേപോലെ തന്നെ 8 വയസ്സുള്ള ഒരു മകനുണ്ട്. ഈ പയ്യന്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ 26 വയസ്സായിരുന്നു ആ സമയത്ത് ആ പയ്യന്റെ പ്രായം. അപ്പോൾ ഛത്രപാൽ സിംഗ് കൂടുതലായിട്ടൊന്നും ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. ജസ്റ്റ് ടൈം എൻജോയ് ചെയ്യണം, അതേപോലെ തന്നെ എന്താ പറയുക, കിട്ടുന്ന ഒരു ടൈമും കാര്യങ്ങളും ഈ സ്ത്രീനായിട്ട് എൻജോയ് ചെയ്തിട്ട് തൻ്റെ ഒരു ആവശ്യം കഴിയുന്ന സമയത്ത് സിമ്പിളായിട്ട് അതിൽ നിന്ന് ഒഴിവായി പോകാം എന്നുള്ളൊരു തോട്ടായിരുന്നു ഈ ഒരു പയ്യനുണ്ടായിരുന്നത്.
എന്നാൽ കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ സുനിത അയാളോട് തന്നെ വിവാഹം കഴിക്കാനായിട്ട് പറയാൻ തുടങ്ങി. ആദ്യമൊക്കെ അയാൾ ഒഴിഞ്ഞു മാറിയെന്നുണ്ടെങ്കിലും പിന്നീട് ആ ഒരു പറച്ചിലിൻ്റെ ഗൗരവം കൂടുകയാണ്. അപ്പോൾ അവസാനം അയാൾ പറ്റില്ല എന്ന് തീർത്തു പറഞ്ഞു. നമ്മൾ രണ്ടുപേരും രണ്ട് ജാതിയാണ്, നിന്റെ കല്യാണം ഓൾറെഡി കഴിഞ്ഞാണ്, നിനക്ക് 8 വയസ്സുള്ളൊരു മകനുണ്ട്, നിനക്ക് 40 വയസ്സായി, എനിക്ക് 26 വയസ്സ് മാത്രമേ ആയിട്ടുള്ളൂ, എന്തൊക്കെ തന്നെ സംഭവിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലും എനിക്ക് നിന്നെ കല്യാണം കഴിക്കാൻ പറ്റില്ല എന്നുള്ളൊരു കാര്യം ഇയാൾ തീർത്തു പറഞ്ഞു. എന്നാൽ പ്രശ്നങ്ങൾ അവിടെ നിന്ന് വീണ്ടും തുടങ്ങുകയായിരുന്നു. അതുപോലെ തന്നെ സുനിതയെ സമാധാനപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഇയാൾ കുറച്ച് പൈസയും അതുപോലെ തന്നെ ഗോൾഡും കാര്യങ്ങളൊക്കെ കൊടുക്കുകയായിരുന്നു. എന്നാൽ ഇതുകൊണ്ടൊന്നും തന്നെ അതിന് ഒരു പരിഹാരമായില്ല. എന്തൊക്കെയാണെങ്കിലും ഇയാളുടെ വീട്ടിൽ വിവാഹാലോചനകളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. ഏകദേശം ഈ ഒരു ഇൻസിഡൻറ്റ് നടക്കുന്നതിൻ്റെ 1.5 മാസങ്ങൾക്ക് മുൻപ് ഇയാളുടെ വിവാഹം കഴിയുകയും ചെയ്തു. ഇതൊക്കെ തന്നെ വളരെ രഹസ്യമായിട്ടായിരുന്നു ആൾ വെച്ചിരുന്നത്. അതായത് ഇത്തരത്തിലുള്ള വിവാഹം നടന്ന കാര്യങ്ങളും മറ്റുമൊക്കെ ഈ സുനിത എന്ന് പറഞ്ഞ സ്ത്രീ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വലിയ രീതിയിലുള്ള പ്രശ്നം ഉണ്ടാവും എന്നുള്ളത് ആൾക്ക് ഉറപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ സുനിതയെ അറിയിക്കാതെ അയാൾ അത് കീപ്പ് ചെയ്ത് പോരുമായിരുന്നു. പക്ഷേ സംഭവിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇൻസിഡൻറ്റ് നടക്കുന്നതിൻ്റെ 10 ദിവസങ്ങൾക്ക് മുൻപ് സുനിത ഈ ഒരു കാര്യം അറിയുകയായിരുന്നു. അതിനുശേഷം ഇവർ തമ്മിൽ വലിയ രീതിയിലുള്ള കലാപം ഉണ്ടാവുകയാണ്. സുനിത ഇയാളോട് പറഞ്ഞു, എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും നീ നിൻ്റെ പുതിയ ഭാര്യയെ ഡിവോഴ്സ് ചെയ്തിട്ട് എന്നെ കല്യാണം കഴിക്കണം, എന്നിട്ട് എന്നെയും എൻ്റെ മകനെ നീ നല്ല രീതിയിൽ നോക്കണം, ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ പ്രശ്നം ഉണ്ടാക്കും, ഞാൻ എന്താണെന്നുണ്ടെങ്കിലും നിൻ്റെ വീട്ടിൽ വരും, എന്നിട്ട് അവിടെ അലമ്പുണ്ടാക്കും, അതേപോലെ തന്നെ ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോകും, ഞാൻ പോകാൻ പറ്റുന്നിടത്തൊക്കെ പോകും, ഞാൻ ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യും, എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും നീ എന്നെ കല്യാണം കഴിച്ചേ പറ്റുള്ളൂ എന്നുള്ളൊരു സ്റ്റാൻഡിൽ തന്നെ അവർ ഉറച്ചു നിൽക്കുകയായിരുന്നു. അതേപോലെ തന്നെ അവരുടെ പ്രൈവറ്റ് ആയിട്ടുള്ള ഫോട്ടോസും വീഡിയോസും ഒക്കെ ഈ ഒരു സ്ത്രീയുടെ കയ്യിലുണ്ടെന്നും ഇനിയിപ്പോൾ സമ്മതിച്ചില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ പുറത്തു വിടും എന്നുള്ള രീതിയിലൂടെ ഭീഷണിപ്പെടുത്തുകയായിരുന്നു. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഒരു തരത്തിലും ജീവിക്കാനായിട്ട് ആ ഒരു സ്ത്രീ സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നും അതുകൊണ്ടാണ് ഇത്തരത്തിൽ കടുത്തൊരു തീരുമാനത്തിലോട്ട് എത്തിയതെന്നും ഇയാൾ പോലീസിന്റെ അടുത്ത് പറയുകയായിരുന്നു. അങ്ങനെയാണ് തൻ്റെ ഈ പ്ലാനുകളെല്ലാം തന്നെ തൻ്റെ കസിനും ആത്മാർത്ഥ സുഹൃത്തുമായിട്ടുള്ള ശുഭവുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അവർ പ്ലാൻ ചെയ്തു അവരെ ഇങ്ങോട്ട് വിളിച്ചു വരുത്താം, അതായത് ഈ സ്ത്രീയെ ഈ ഗ്രാമത്തിലോട്ട് വിളിച്ചു വരുത്തിയിട്ട് ഇവിടെ വെച്ചിട്ട് കൊലപ്പെടുത്താം. ഇവിടെ അവരെ അങ്ങനെ ആർക്കും അറിയില്ലല്ലോ, അതുകൊണ്ട് തന്നെ മൃതദേഹവും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിലും കണ്ടുപിടിക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ അവർ കിണറ്റിലും മറ്റൊക്കെ കെട്ടി താഴ്ത്തി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൃതദേഹം പൊങ്ങി വരില്ല എന്നുള്ളൊരു തോട്ട് കൂടെ അവർക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ ഇവർ പ്ലാൻ ചെയ്തത് പ്രകാരം ജൂൺ 18 ആ ഒരു സ്ത്രീയോട് അങ്ങോട്ട് വരാനായിട്ട് പറയുകയായിരുന്നു. അവർ ബസ് പിടിച്ച് തൻ്റെ മകനെയും കൂട്ടി ആ ഒരു ഗ്രാമത്തിലോട്ടെത്തി. അതിനുശേഷം തൻ്റെ സ്കൂട്ടറിൽ ഇയാൾ ആ സ്ത്രീയെയും മകനെയും കൊണ്ടിങ്ങേറ്റ് ഗ്രാമത്തിൻ്റെ ഇത്തിരി ഔട്ടർ സൈഡിലോട്ട് എത്തുമായിരുന്നു. ആ ഒരു കിണറിൻ്റെ അവിടെ പോയിരുന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞു. അതിനുശേഷം ഇവർ 3 പേരും കൂടെയും ആ ഒരു കിണറിൻ്റെ സൈഡിൽ, അതായത് ഈ സ്ത്രീയുടെ ബോഡി ഇട്ടില്ലോ ആ ഒരു കിണറിൻ്റെ സൈഡിൽ ചെന്നിരുന്ന് സംസാരിക്കുകയായിരുന്നു. അപ്പോൾ ഇവർ പ്ലാൻ ചെയ്തത് പ്രകാരം ശുഭം ഒന്നും അറിയാത്തതുപോലെ ആ ഒരു സ്ഥലത്തോട്ട് എത്തുകയാണ്. എന്നിട്ട് കാഷ്വലായിട്ട് ഇവരുടെ അടുത്ത് നിന്ന് കുറച്ച് നേരം സംസാരിച്ചു. അതിനുശേഷം ആ പയ്യനുണ്ടല്ലോ, ആ പയ്യൻ്റെ അടുത്ത് പറഞ്ഞു, അങ്കിള് എന്താ പറയുക, കുറച്ച് മിഠായും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു തരാം, നമുക്ക് അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞു. ഇവർ അമ്മയും അങ്കിളും കൂടെ സംസാരിച്ചോട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ശുഭം ആ ഒരു പയ്യനെയും കൊണ്ട് പോവായിരുന്നു. അപ്പോൾ ശുഭവും ആ ഒരു പയ്യനും പോയി. ഇവിടെയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവർ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. ശുഭവും പയ്യനും അവരുടെ കണ്ണിൽ നിന്നും മറഞ്ഞതിന് ശേഷം ഇയാൾ വളരെ ക്വിക്കായിട്ട് ആ സ്ത്രീയെ അറ്റാക്ക് ചെയ്യായിരുന്നു. അതായത് അവരുടെ കഴുത്ത് ഞെരിച്ച് ബാക്കിൽ നിന്ന് എന്നിട്ട് കഴുത്തിൽ പിടിച്ച് കഴുത്ത് ഞെരിച്ചായിരുന്നു കൊലപ്പെടുത്തിയത്. എന്നിട്ട് ആസ് പെർ പ്ലാൻ അവർ അവിടെ വെച്ചിരുന്ന ചാക്കിൽ ഈ ഒരു സ്ത്രീയുടെ മൃതദേഹം ആക്കുകയാണ്. അതിനുശേഷം അവിടെ ഓൾറെഡി കല്ലുകളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു, വലിയ കല്ലുകൾ. അങ്ങനെ ആ കല്ലുകളും കാര്യങ്ങളൊക്കെ ചാക്കിലെടുത്തിട്ടു. അതിനുശേഷം ചാക്ക് കെട്ടി അതിനുശേഷം ആ ഒരു മൃതദേഹം ആ ചാക്കിൽ ഡംപ് ചെയ്തു. ഈ ശുഭം എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 8 വയസ്സുള്ളൊരു പയ്യനല്ലേ, ആ ഒരു പയ്യനെയും കൊണ്ട് ആ ഒരു അപ്പുറത്തെ ആ ഒരു 500 ഫീറ്റ് മാറിയിട്ടുള്ള കിണറുണ്ടല്ലോ അതിൻ്റെ അവിടോട്ട് കൊണ്ടുപോയി. എന്നിട്ട് ആ പയ്യൻ അവിടെ വെച്ച് കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. അതിനുശേഷം വേറൊരു ചാക്കിലാക്കി ഇതേപോലെ തന്നെ കല്ലുകളും കാര്യങ്ങളൊക്കെ ഇട്ട് ആ പയ്യൻ്റെ മൃതദേഹം അപ്പുറത്തുള്ള കിണറ്റിലും അവർ കെട്ടി താഴ്ത്തുകയായിരുന്നു. രണ്ടുപേരെയും കൊന്ന് 2 സ്ഥലത്ത് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്നുകൊണ്ട് തന്നെ അത് കണ്ടെത്തില്ല എന്നും അതേപോലെ തന്നെ മൃതദേഹം കിട്ടിയിട്ടുണ്ടെങ്കിൽ തന്നെ അതാരാണെന്നുള്ളത് പെട്ടെന്നുകൊണ്ട് തന്നെ ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതൊക്കെ ആയിരുന്നു ഇവരുടെ ഒരു വിശ്വാസം. യെസ്, അവർ ആ ഒരു നാട്ടുകാരെ അല്ലാത്തത് കൊണ്ട് തന്നെ അവരുടെ ബോഡി ഐഡന്റിഫൈ ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും പോലീസുകാർ വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു കേസ് ക്രാക്ക് ചെയ്യുകയായിരുന്നു. ഇയാളെയും ഇയാളുടെ കസിനായിട്ടുള്ള ശുഭത്തിനെയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. അവർ രണ്ടുപേരും ഇപ്പോൾ ജയിലിലാണ്. ഈ ഒരു കേസാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയും. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. ഈ ഒരു സ്റ്റോറി കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത്, നിങ്ങളുടെ തോട്ട്സും മറ്റും എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ. ആൻഡ് ഇറ്റ്സ് മീ റദീർ സൈനിങ് ഓഫ്. പീസ്. സ്റ്റേ പീസ്ഫുൾ ഗൈസ്. സ്റ്റേ സേഫ്.